9ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നേരത്തെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. എൻ്റെ കുഞ്ഞുമക്കൾക്ക് അതൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ പുതിയൊരു ചോദ്യവുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. സൂചനയും വർത്തമാനകാല ഭക്ഷണ രീതിയും വിശകലനം ചെയ്ത് പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളും ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുന്ന പോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്ത് വേണം? എന്താ വേണ്ടത്? നമുക്ക് അഭിസംബോധന വേണം. പിന്നെയോ ആശയാവതരണം, പ്രധാന വാക്യങ്ങൾ, ഉദാഹരണങ്ങൾ, ഉപസംഹാരം. ഇതാണ് പ്രഭാഷണത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രാദേശിക ഭക്ഷ്യ സംസ്കാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ നിങ്ങളോട് സംവദിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സംസ്കാരം നമ്മെ കൂടുതൽ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന മറന്നു പോവാതെ തന്നെ ഞാൻ തുടരട്ടെ. പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതം പണ്ടുള്ള ജനത, നമ്മുടെ പൂർവികർ നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യകരമായൊരു ജീവിതം തുടരാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അവരുടെ പറമ്പുകളിൽ ജോലി ചെയ്തുണ്ടാക്കിയിരുന്ന ചേമ്പും കാച്ചിലും കപ്പയും മറ്റും ഉപയോഗിച്ചു കൊണ്ടുള്ള അവരുടെ ഭക്ഷ്യ സംസ്കാരം ഏറ്റവും രുചിഭേദവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് അടുക്കള വിട്ട് ഹോട്ടലിലേക്കും ഫാസ്റ്റ് ഫുഡിലേക്കും സ്വിഗ്ഗിയിലേക്കുമൊക്കെ മാറിയ പുതിയ തലമുറ ആരോഗ്യത്തെക്കാൾ ഉപരി അനാരോഗ്യവും രോഗവും സമ്മാനിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് സ്വീകരിക്കുന്നത്. നിത്യേനയുള്ള വാർത്തകൾ, കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത തന്നെ നമുക്ക് നോക്കാം. ഇങ്ങനെയായിരുന്നു ആ വാർത്ത. ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച 83 പേർ ആശുപത്രിയിൽ. കുഴിമന്തിക്കൊപ്പം വിളമ്പിയ മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് സൂചന. ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ആരോഗ്യമല്ലാത്ത ഭക്ഷണം കഴിച്ച് ആയുസ്സിന് നേരത്തെ തന്നെ രോഗികളാവുകയും അകാല മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവേണ്ടത് നിർബന്ധമാണ്. നമുക്ക് ആരോഗ്യം തരാത്തൊരു ഭക്ഷണവും നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തണം. ഇത്തരം അനാരോഗ്യമുള്ള ഭക്ഷണം നമുക്ക് നൽകുന്നതിൽ പരസ്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്, അല്ലേ? ശീതളപാനീയങ്ങളുടെയും മറ്റും പരസ്യങ്ങൾ, യാതൊരുവിധ യുക്തിയുമില്ലാത്ത പരസ്യങ്ങൾ കാണിച്ച് നമ്മെ ഭ്രമിപ്പിക്കുകയും ആ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവരാവട്ടെ നാം ഇഷ്ടപ്പെടുന്ന നായകന്മാരാവുകയും ചെയ്യുക. അത്തരം സന്ദർഭങ്ങളിൽ അത്തരം വിഷവസ്തുക്കൾ നമ്മൾ വാങ്ങുന്നു. അപ്പോൾ വിഷം അമിതമായ പരസ്യത്തിൻ്റെ അകമ്പടിയോടെ വരുന്നത് നമുക്ക് അത്തരം പരസ്യങ്ങൾ കണ്ടുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്ന അവസ്ഥ നമ്മൾ മാറണം. ഇങ്ങനെ ആരോഗ്യകരമായൊരു ഭക്ഷ്യ സംസ്കാരം നമുക്കുണ്ടാവണം. അതിലേക്കാവണം നമ്മുടെ യാത്ര. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്ത് വെക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.